മനുഷ്യ ആരംഭം മുതൽ തന്നെ തലമുറയുടെ വ്യാപനത്തിന് വേണ്ടി നിയതമായി സ്വീകരിച്ചു പോരുന്ന ഒരു സംവിധാനമാണ് വിവാഹം എന്ന് പറയുന്നത്. എല്ലാ സമൂഹത്തിലും വിവാഹം നിലനിന്നിരുന്നു. ആ വിവാഹത്തിലൂടെ രണ്ട് വ്യക്തികൾ മാത്രമല്ല അടുക്കുന്നത്, രണ്ട് കുടുംബങ്ങൾ അടുക്കുന്നു, രണ്ട് സമൂഹം ഒന്നിക്കുന്നു. അങ്ങനെ വിശാലമായ അർത്ഥത്തിൽ ഒരു ഒരുമയാണ് വൈവാഹികമായ ജീവിതത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഓരോ സമൂഹവും മതവും അതിൻ്റെതായ ആചാര അനുഷ്ഠാനങ്ങളിൽ നിലനിന്നുകൊണ്ട് തന്നെ കാലമത്രയും വിവാഹം നടത്തിപ്പോരുന്നു. വിശുദ്ധമായ ഇസ്ലാം ആ വിവാഹത്തെ വളരെ ലളിതപൂർണമായാണ് സംവിധാനിച്ചത്. കാരണം അതൊരു ആരാധനയുടെ ഭാഗം കൂടെയാണ്. ഒരു വലിയും സൗജും സൗജത്തും നിക്കാഹിന്റെ സ്വീകയും സാക്ഷികളും ഇതുണ്ടായാൽ വൈവാഹികമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. പിന്നീട് അതിന്റെ സുന്നത്തായ ചില കാര്യങ്ങൾ വലീമത്ത് പോലെയുള്ള വളരെ ചുരുങ്ങിയ ചില ആചാരങ്ങളിൽ ഒതുക്കി നിർത്തിയാണ് വൈവാഹികമായ ജീവിതത്തെ ഇസ്ലാം സംവിധാനിച്ചത്. എന്നാൽ അതിന്റെ മഹത്വത്തെ എടുത്തു പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് മീസാഖൻ ഗലീദ എന്നാണ്. കനപ്പെട്ട സുദൃഢമായ ഒരു ബന്ധമാണത് എന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരാറായിട്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ വൈവാഹികമായ ജീവിതത്തിന്റെ ലക്ഷ്യം വിശുദ്ധ ഖുർആൻ പറയുന്നു, وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُم مَّوَدَّةً وَرَحْمَةً إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يَتَفَكَّرُونَ. നിങ്ങൾക്ക് വൈവാഹികമായ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഇണകളെ നിങ്ങളിൽ നിന്ന് തന്നെ അല്ലാഹു സംവിധാനിച്ചു തന്നിരിക്കുകയാണ്. എന്താണ് ഈ വിവാഹത്തിന്റെ ലക്ഷ്യം? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സമാധാനം ലഭിക്കണം, അതാണ് അതിന്റെ ലക്ഷ്യം. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ആർദ്രതയും സ്നേഹവും നിങ്ങൾക്കിടയിൽ വിശാലമായി ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് വൈവാഹികമായ ജീവിതം അല്ലാഹു സംവിധാനിച്ചു തന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് വിവാഹം കഴിഞ്ഞു നോക്കി വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരോട് ചോദിച്ചു നോക്കിയാൽ പലരും പറയും കല്യാണത്തിന് മുമ്പായിരുന്നു നല്ല റാഹത്ത്, കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ള സമാധാനം പോയി എന്ന് പറയുന്നവരാണ്. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് പ്രശ്നങ്ങളായി, വിഷയങ്ങളായി ഒന്നിക്കാൻ വിധിക്കപ്പെട്ടവർ പിന്നീട് ഭിന്നിച്ച് അതവസാനം ഡൈവേഴ്സിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. എത്ര തലാഖിന്റെ കേസുകളാണ് ഇന്ന് കുടുംബ കോടതിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത്. കുടുംബ കോടതിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ പരിഹരിക്കപ്പെടാൻ കഴിയാതെ കിടക്കുകയാണ്. എന്തിനെന്ന് പറയണം? നമ്മള് ജുമാ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മളെ മഹല്ല് ജമാഅത്തിന്റെ ഓഫീസിലൊന്ന് കയറി ഇറങ്ങിയിട്ട് ചോദിച്ചാൽ മതി, ഇവിടെ ഈ മാസം എത്ര കേസ് വന്നിട്ടുണ്ട് എന്ന് എന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. എല്ലാ മഹല്ലിന്റെയും അവസ്ഥ ഇതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ സ്നേഹവും സന്തോഷവും ആർദ്രതയും കാരുണ്യവും ഇതൊക്കെ നിറക്കുന്നതിന് വേണ്ടി സംവിധാനിച്ച ഒരു സംവിധാനമായ നിക്കാഹിലൂടെ, വൈവാഹിക ജീവിതത്തിലൂടെ ഇന്നത് ലഭ്യമാകുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിഞ്ഞ് 5-6 മാസങ്ങൾ കഴിയുമ്പോഴേക്ക് പിന്നീട് ഡിവോഴ്സിലേക്ക് എത്തുകയും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചനയ്ക്ക് വിധേയമാക്കാൻ. ഒന്നാമതായി നമുക്കതിൽ വരുന്ന വീഴ്ച ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് എങ്ങനെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കണം, എങ്ങനെ നിങ്ങൾ നിക്കാഹ് നടത്തണം എന്ന് ദീനുൽ ഇസ്ലാം ഹബീബായ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാർഗരേഖയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയി. അതുകൊണ്ട് ബർക്കത്ത് നഷ്ടപ്പെട്ടു. ബർക്കത്തില്ലാത്ത വിധത്തിലായി ഒരു കുടുംബ ജീവിതത്തിന്റെ ആണിക്കല്ലായി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് തന്നെ മൺകട്ട കൊണ്ടായി. പിന്നെ തറക്കല്ല് തന്നെ സുദൃഢമല്ലെങ്കിൽ പിന്നീട് അവലേക്ക് കെട്ടിപ്പടുക്കുന്നതെല്ലാം വീണുപോകുമെന്ന് ഉറപ്പാണ്. ആ ഒരു വീഴ്ചയാണ് ആദ്യമേ സംഭവിച്ചത്.
ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ അവിടെന്ന് പറഞ്ഞു, ഇന്ന അഅ്ളമൻ നിക്കാഹി ബറകതൻ ഐസറുഹു മുഗ്നാ. ഹബീബായ തങ്ങൾ പറയാണ്, ഇന്ന അഅ്ളമൻ നിക്കാഹി ബറക, ഏറ്റവും നല്ല ബറക്കത്തുള്ള നിക്കാഹ് ഏതാണ്? കല്യാണം ഏതാണ്? ഏറ്റവും ബറക്കത്തുള്ള കല്യാണത്തിന്റെ സത്യ ഏതാണ്? ഐസറുഹു മുഗ്നാ, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നടത്തുന്നതാണെന്ന് സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മുടെ കല്യാണങ്ങളൊക്കെ എങ്ങനെയാണ്? ഓരോ കല്യാണവും 7-8 ദിവസങ്ങളാണ്. 7-8 ദിവസങ്ങളാണ് കല്യാണങ്ങൾ. പ്രധാന ഫംഗ്ഷൻ നടക്കുന്നതിന് മുമ്പ് 3 ദിവസം, ശേഷം 3 ദിവസം, ഇങ്ങനെ തുടങ്ങി ഏറ്റവും ചുരുങ്ങിയത് ഒരു 7 ദിവസമെങ്കിലും ഒരു കല്യാണം നടക്കുന്ന വേദികളായി മാറി. അത് തന്നെ ആർഭാടപൂർണമായ ജീവിതം. അതിങ്ങനെ ആർഭാടവും അന്തസ്സും പത്രാസും തന്റെ പൊലിമയും മഹിമയും മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള ദൂരത്തിന്റെ അരങ്ങുകളായി നമ്മുടെ വിവാഹ വേദികൾ മാറി. പിന്നെ എങ്ങനെയാണ് നമുക്ക് ബറക്കത്ത് കിട്ടുക? നമ്മൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാം തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചത്. പിന്നെ ആരെയാ നമ്മൾ തൃപ്തിപ്പെടുത്തിയത്? ഖുർആൻ പറഞ്ഞില്ല, വലാ തുബദ്ദിർ തബ്ദീറാ. ഖുർആൻ പറയാണ്, വലാ തുബദ്ദിർ തബ്ദീറാ, നിങ്ങൾ ഒരിക്കലും ദൂർത്ത് കാണിക്കുന്നവരാവരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, തീർച്ചയായും ദൂർത്ത് കാണിക്കുന്നവർ പിശാചിന്റെ അടിമകളാണ്, പിശാചിന്റെ ആളുകളാണെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ റസൂലുള്ളാഹിന്റെ തൃപ്തിയല്ല ആഗ്രഹിച്ചത്, പിശാചിന്റെ തൃപ്തിയാണ്. കല്യാണത്തിന് യഥാർത്ഥത്തിൽ നമുക്ക് ചിലവുകൾ വളരെ ചുരുക്കമാണ്, അത് വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഒന്ന് കോംപ്ലിക്കേറ്റ് ആക്കി മാറ്റിയത് ആരാണ്? നമ്മൾ തന്നെയാണ്. ഒരുപാട് അനാചാരങ്ങൾ കുത്തി നിറച്ച് ഒരുപാട് വലിയ ബാധ്യതകൾ വരുന്ന കല്യാണങ്ങളായി നമ്മുടെ കല്യാണങ്ങൾ മാറി. പലിശക്കെടുക്കുകയാണ് എന്തിന്? ഒരു കല്യാണം നടത്താൻ ലക്ഷക്കണക്കായ രൂപ പലിശക്കെടുത്തിട്ട് 10,000 വിളിച്ച് ഭക്ഷണം കൊടുത്തിട്ട് എന്തു കാര്യമാണ്? എന്റെ സഹോദരങ്ങളെ, എങ്ങനെയാണ് ബറക്കത്തുണ്ടാവുക? അതുപോലെ തന്നെ ഇന്ന് കല്യാണങ്ങളിൽ അരങ്ങുവായുന്ന എന്തെല്ലാം പുതിയ ആചാരങ്ങളുണ്ടോ? ആചാരങ്ങൾക്കൊക്കെ ഈ മുസ്ലിം ഉമ്മത്ത് നേതൃത്വം കൊടുക്കുന്നവരായി നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്ത് പുതിയ ആചാരമുണ്ടോ അത് ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഉമ്മത്തായി മാറി. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്ന് പറഞ്ഞ ഉത്തമരായി മാതൃക കാണിച്ചു കൊടുക്കേണ്ട ഈ ഉമ്മത്ത് എല്ലാ തോന്നിവാസങ്ങളുടെയും മുന്നിൽ നിൽക്കുന്നവരായി മാറിപ്പോയി. കല്യാണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എന്തെല്ലാം വേർഡുകളാണ് വരുന്നത് എന്നത്. ഹൽദി, സേവ് ദ ഡേറ്റ്, മഞ്ഞ കല്യാണം, പച്ച കല്യാണം, ഡാൻസ്, ഫോട്ടോഷൂട്ട്, ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, മൈലാഞ്ചി കല്യാണം, അറബി കല്യാണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും വീടുകളിൽ ഇത് വന്നു. എല്ലാവർക്കും അതൊരു സിംപ്ലിഫൈ ചെയ്തുകൊണ്ട്, വളരെ ലളിതവൽക്കരിച്ചുകൊണ്ട്, പലപ്പോഴും നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ റഹ്മത്തിന്റെ മലക്കുകൾ പോലും ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടുന്ന ഒരു ഉത്സവ പറമ്പായി നമ്മുടെ കല്യാണ രാവുകൾ മാറി. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല കല്യാണത്തിൽ നമുക്ക് പരീക്ഷണം തന്നു. നമ്മളെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ് നമ്മളോട് ഇണങ്ങുന്നില്ല, നമ്മുടെ വീട്ടിൽ ഒരു സ്വസ്ഥത തരുന്നില്ല. എല്ലാം നോക്കിയിട്ടാ കൊണ്ടുവന്നത്. ഉസ്താദേ, എന്താണെന്ന് അറിയൂല, 4 മാസമേ ആയിട്ടുള്ളൂ, അവര് ഞങ്ങളുമായി മിങ്കിളാവുന്നില്ല, ഉമ്മയുമായി വലിയ അകൽച്ചയാണുള്ളത് എന്ന് പറഞ്ഞ് വിഷയം പരിഹരിക്കാൻ വരിക. 4 മാസമേ ആയിട്ടുള്ളൂ ഉസ്താദേ, എന്റെ മോൾ അങ്ങോട്ട് പോയിട്ട്. ആ പോയ മോൾക്ക് അവിടെ ഒരു വിധത്തിലുള്ള സ്വസ്ഥതയുമില്ല, റാഹത്തുമില്ല. എങ്ങനെയാ റാഹത്തുണ്ടാവുക? റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങേണ്ട വീട്ടിൽ നിന്ന് റഹ്മത്തിന്റെ മലക്കുകളെ ഓടിക്കുകയും പിശാചിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തില്ലേ ഞാനും നീയും? അതുകൊണ്ട് അല്ലാഹുവിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു. അത് പിന്നെ ഡൈവോഴ്സിലല്ലാതെ മറ്റെന്തിനാണ് കലാശിക്കുക? അല്ലാഹനെ തൃപ്തിപ്പെടുത്തുന്നതിന് പകരം നീ തൃപ്തിപ്പെടുത്തിയത് പിശാചിനെയാണ്. ചിലരോട് ചോദിച്ചാൽ പറയും അങ്ങനെയുള്ള കല്യാണങ്ങളൊക്കെ നടന്ന്
എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി, ഉസ്താദേ അത് ഞാനൊന്നും അറിയില്ല, അത് പിന്നെ ഭാര്യയുടെ ആങ്ങളമാരും അവരൊക്കെ നടത്തിയതാണ്. അല്ലെങ്കിൽ പറയും അത് ചെക്കൻ്റെ ഫ്രണ്ട്സ് അവരങ്ങനെ നടത്തുമ്പോൾ നമ്മളെ തന്നെ. അതിന് നീ ഒരു ആണല്ലടാ, നീ ഒരു ആണല്ല, പിന്നെ എന്തിനാണ് നീ വാപ്പ എന്ന് പറഞ്ഞു നിൽക്കുന്നത്? നിനക്ക് എന്തിനാ പിന്നെ അല്ലാഹു നട്ടല് തന്നത്? നിനക്ക് എന്തിനാ അല്ലാഹു ഈമാൻ തന്നത്? അങ്ങനെ ആരും പറഞ്ഞു വരണ്ട. പ്രിയപ്പെട്ട മുഅ്മിനേ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല നമ്മുടെ ഖൽബിലേക്ക് ഇറക്കി വെച്ച് നല്ല മുഅ്മിനായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നീ തൃപ്തിപ്പെടുത്തിയത് ഒന്ന് പിശാചിനെയാണ്, രണ്ടാമത് നിന്റെ ചെറുക്കന്റെ ഫ്രണ്ട്സിനെയാണ്, അതല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ ആങ്ങളമാരെയാണ്. അവരെയാണോ നീ തൃപ്തിപ്പെടുത്തേണ്ടത്? അല്ലാഹുവിന്റെ റസൂല് പറയാൻ മന്നിൽ തമസ്സരി വല്ലാഹി ബിസഖത്തിന്നാസി റളിയല്ലാഹു അൻഹു വഅർളന്നാസ അൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ മന്നിൽ തമസ്സരി വല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ബിസഖത്തിന്നാസ്, ജനങ്ങളുടെ കോപത്തിനിരയായാൽ, വഅർളന്നാസ അൻഹു റളിയല്ലാഹു അൻഹു വഅർളന്നാസ അൻ, അദ്ദേഹത്തെ അല്ലാഹുവും ഇഷ്ടപ്പെടും ജനങ്ങളും ഇഷ്ടപ്പെടുമെന്ന് മുഹമ്മദുൽ മുസ്തഫ. അങ്ങനത്തെ കല്യാണത്തിന് കൊട്ടും കുരയുമായി വരുമ്പോ ഈ വീട്ടിൽ ഇത് അനുവദിക്കൂല എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാൽ ചിലപ്പോ ഭാര്യ ഒന്ന് പിണങ്ങിയേക്കാം, കുറച്ച് ദിവസം അല്ലേ, ചിലപ്പോ കുടുംബക്കാരെന്ന് പിണങ്ങിയേക്കാം. പക്ഷെ നാട്ടുകാരെല്ലാവരും പറയും കണ്ടില്ലേ നല്ല മാതൃകാപരമായ കല്യാണം, അങ്ങനെ നടത്തണം, പൈസ ഉണ്ടായാലും ഇങ്ങനെ നടത്തണ്ടല്ല, തോന്നി മാസം കളിക്കില്ല. ജനങ്ങളുടെ തൃപ്തി നിനക്ക് കിട്ടും, അല്ലാഹുവിന്റെ തൃപ്തിയും നിനക്ക് കിട്ടും. എന്നാൽ റസൂലുള്ളാഹി പറയാൻ ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയാണ് നീ ആടിപ്പാടിയതെങ്കിൽ അല്ലാഹുവിന്റെ കോപം വാങ്ങിയിട്ട് നീ ആടിപ്പാടിയാൽ ജനങ്ങളുടെ കോപവും കിട്ടും, അല്ലാഹുവിന്റെ കോപവും കിട്ടും. എല്ലാ ആളുകളും എന്താ പറയാ, എന്തായാലും മറ്റൊത്ത പള്ളിയിലുണ്ടാവും, കല്യാണം വന്നപ്പോ കണ്ടില്ലേ കോലം എല്ലാം കണ്ടില്ലേ എന്ന് ആളുകൾ പറയൂലേ? പറയും. അല്ലാഹുവിന്റെ കോപം ഉണ്ടാവുമെന്ന് സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ കല്യാണങ്ങൾ നല്ല രീതിയിലാവണം. ഇല്ലെങ്കിൽ പിന്നെ ആദ്യത്തെ ദിവസം തന്നെ ആ ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ മോളെ കൊടുക്കുകയാണ്. നമ്മളെ മകൻ, ആ മകൻ മറ്റേതോ കുടുംബത്തിൽ നിന്ന് രണ്ട് ധ്രുവങ്ങളിൽ നിന്നുള്ളവരെ ഒന്നിപ്പിക്കുന്നിടത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പിന്നീട് സ്വസ്ഥതയുണ്ടാവുകയില്ല, റാഹത്തുണ്ടാവുകയില്ല. പിന്നെ അവിടെ കൊണ്ടുവന്ന് ഏത് വലിയ ആലിമിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിട്ടും കാര്യമില്ല. എല്ലാ മോശമായ കാര്യങ്ങളും നമുക്ക് ചെയ്യണം, എല്ലാ കൂത്താട്ടവും വേണം. എന്നിട്ട് ഉസ്താദ് തന്നെ വന്ന് നിക്കാഹും നടത്തണമെന്ന് പറഞ്ഞാൽ അതിലെന്തർത്ഥമാണുള്ളത്? മഹാനായ തഴ ഉസ്താദ് പറയുന്നുണ്ട്, ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്കാപ്പി പിടിച്ചിട്ട് കാര്യമില്ല. അത് ദഹിക്കൂല, പിടിച്ചത് ഏതാ? ഇരുമ്പൊലക്കയായി. അതുകൊണ്ട് എന്റെ മുഅ്മിനേ, ആദ്യമേ നാം മനസ്സിലാക്കേണ്ടത് ആ വൈവാഹികമായ ജീവിതത്തിലേക്ക് എടുത്ത് വെക്കുന്ന ആദ്യ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് തന്നെ റഹ്മത്തിന്റെ സ്റ്റെപ്പായി മാറണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ല, ആഹ്ലാദമില്ല, റാഹത്തില്ല. പലപ്പോഴും പല കേസുകളും വരുമ്പോൾ ചിലപ്പോഴൊക്കെ അഭിപ്രായങ്ങൾ തേടിയും ദുആ വസിയത്ത് ചെയ്തും ചിലരൊക്കെ സംസാരിക്കാറുണ്ട്, ഉസ്താദേ നല്ല റാഹത്തിലാ പോകുന്നത്, പക്ഷെ എന്താ സംഭവിച്ചത് എന്നറിയൂല എന്ന് പറഞ്ഞ് അവര് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും, വളരെ നിസ്സാരമായ കാര്യമല്ലേ, ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്താൽ രണ്ടുപേർക്കും ഖിയാമം വരെ അല്ലെങ്കിൽ മരണം വരെ ജീവിച്ചുകൂടെ? പക്ഷെ അവർക്ക് വിട്ടുകൊടുക്കാൻ കഴിയാത്തതെന്തേ? അല്ലാഹ് പറയാണ് ഖുർആനിൽ, നിങ്ങൾക്ക് സന്തോഷത്തിനും റഹ്മത്തിനും സമാധാനത്തിനും ആ വിവാഹം നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത്, ആ സംവിധാനിച്ച ആദ്യ ദിവസം തന്നെ നീ റഹ്മത്ത് വേണ്ടാന്ന് വെച്ചവനാണ്. നീ എനിക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് വേണ്ടാന്ന് പറഞ്ഞവനാണ്. ആ പറഞ്ഞതിന്റെ കുരുത്തക്കേട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നല്ല ആലോചിച്ച് അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചോ. ഇതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്ത് വലിയ പ്രത്യാഘാതമാണെന്നറിയോ? ഒന്നും രണ്ടുമല്ല. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല ചര്യക്ക് തിരികൊളുത്തിയാൽ ഫലഹു അജ്റുഹാ, അതിന്റെ കൂലി അവനുണ്ട്. വഅജ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഅ, അത് കണ്ട് ആരൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്തോ അതിന്റെ ഒക്കെ കൂലി അവനുണ്ട്. ഒരു മനുഷ്യൻ അദ്ദേഹം നല്ല ഒരു കാര്യത്തിന്റെ തുടക്കം കുറിച്ചു. ഒരു കല്യാണം നടക്കുമ്പോ കുറെ പാവങ്ങൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കും. അപ്പൊ അടുത്ത കല്യാണം നടന്നപ്പോ അയാൾ നേരത്തെ ഇന്ന ആള് 10 ആൾക്കെല്ലാം എടുത്തെടുത്ത് ഞാനിത് 100 ആൾക്ക് എടുത്തു കൊടുക്കട്ടെ, നല്ലൊരു കാര്യമാണ് എന്താ വിചാരിച്ചു. അങ്ങനെ ഒരാൾ എടുത്തു കൊടുത്താൽ ആദ്യം എടുത്തു കൊടുത്ത ആൾക്ക് രണ്ടാമത് എടുത്തു കൊടുത്തയാളുടെ 100ന്റെയും കൂലി രണ്ടാമത്തെ ആൾക്ക് ഒന്നും കുറയാതെ കിട്ടും, അക്കൗണ്ടിൽ വരുമെന്ന് മുഹമ്മദുൽ മുസ്തഫ. എന്നിട്ട് തങ്ങൾ പറഞ്ഞതാണ് എന്റെ പ്രമേയം, വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിആ, ആരെങ്കിലും മോശമായ ഒരു കാര്യത്തിന് നിങ്ങൾക്കിടയിൽ തിരികൊളുത്തിയാൽ ഫഅലൈഹി ബിസ്റുഹാ, അതിന്റെ കുറ്റം അവൻ പേറേണ്ടി വരുമെന്ന് മാത്രമല്ല, വബിസ്റു മൻ അമില ബിഹാ മിൻ ബഅദിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഔസാരിഹിം ഷൈഅ, അത് കണ്ട് ആരൊക്കെ ജീവിതത്തിൽ പകർത്തുന്നോ, കഴിഞ്ഞ കല്യാണത്തിന് അവൻ ഉത്സവം നടത്തി, കഴിഞ്ഞ കല്യാണത്തിന് അവൻ ഡാൻസിന് ഇന്നയാളാ കൊണ്ടുവന്നത്, എന്നാൽ അതിനേക്കാൾ വലിയ റാപ്പ് സംഗീതവുമായി നമുക്ക് 4 ആളെ കൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പുതിയൊരു പരിപാടി ഒരാൾ അവതരിപ്പിച്ചാൽ രണ്ടാമത് ചെയ്തവനിൽ നിന്ന് ഒരു വിഹിതം ആദ്യം ചെയ്തവനിലേക്ക് പോകുമെന്ന് സയ്യിദുനാ മുഹമ്മദുൽ മുസ്തഫ. അതുകൊണ്ട് നല്ല ഓർത്തോ, കല്യാണങ്ങളിൽ ഇങ്ങനെയുള്ള മാമാങ്കങ്ങൾ കൊണ്ടുവരുമ്പോ ചിന്തിച്ചു ചെയ്തോ, അത് കണ്ട് ആരെങ്കിലും കോപ്പി പേസ്റ്റ് അടിച്ചാൽ അതിന്റെ കുറ്റം മുഴുവനും അവന് കിട്ടും. അതല്ലേ ലോകത്താദ്യമായി നടത്തിയ കൊല ഏതാണ്? കൊലപാതകം ഏതാണ്? മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഹാബീലും ഖാബീലും, ആ മക്കൾക്ക് തമ്മിലുള്ള വിവാഹം അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തി കൊടുത്തു. പക്ഷേ ഹാബീൽ തന്റെ ഭാര്യയിൽ തൃപ്തിപ്പെട്ടില്ല, സംതൃപ്തനായില്ല. ഹാബീലിന്റെ ഭാര്യയിൽ ആഗ്രഹിച്ചു. അവസാനം അത് കൊലപാതകത്തിലെത്തിയ അസൂയ. അങ്ങനെ കൊലപാതകം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ശങ്കിച്ചു നിന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അതുകൊണ്ട് തന്നെ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ഈ ഭൂമിലോകത്ത് കൊലപാതകം ചെയ്യുന്നുണ്ടോ അതിന്റെ മുഴുവനും കുറ്റത്തിൽ നിന്നുള്ള ഒരു വിഹിതം ഖാബീലിന്റെ അക്കൗണ്ടിൽ വന്ന് വീഴുന്നതാണെന്ന് അതാ ഖുർആൻ പറഞ്ഞത്, വലാ തകൂനു അവ്വല കാഫിരിൻ ബി, ആദ്യത്തെ നിഷേധിനിയായി പോകരുത്, ആദ്യത്തെ നിഷേധിനിയായി പോകരുത് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നാടുകളിലേക്ക് വിവാഹത്തിന്റെ പേരിൽ പേക്കൂത്തുകളായി അലക്കോലങ്ങൾ കൊണ്ടുവരുമ്പോ, ഹറാമുകൾ കൊണ്ടുവരുമ്പോ, സേവ് ദ ഡേറ്റുകൾ കൊണ്ടുവരുമ്പോ, ബ്രൈറ്റ് ടു ബികൾ കൊണ്ടുവരുമ്പോ, ഗ്രൂപ്പ് ടു ബികൾ കൊണ്ടുവരുമ്പോ ചിന്തിച്ച മോനെ, നീയാണ് തുടക്കം കുറിക്കുന്നതെങ്കിൽ അതെല്ലാം ജീവിതത്തിൽ പകർത്തുന്നവന്റെ ഒരു വിഹിതം നിന്നിലേക്കുണ്ടെന്ന് മുഹമ്മദുൽ മുസ്തഫ. നന്മയുടെ താക്കോലായി മാറുകയും തിന്മയുടെ പൂട്ടായി മാറുകയുമാണ് നമ്മൾ വേണ്ടത്. അതല്ലേ തങ്ങൾ പഠിപ്പിച്ചത്, ഫതൂബാ ലിറജുലിൻ ജഅലല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈരി വമിഗ്ലാഖൻ ലിശ്ശർർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, തൂബാ ലിറജുലിൻ, ഒരു മനുഷ്യന് അല്ലാഹു തആല നല്ല മംഗളം നേരട്ടെ, ജഅലല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈരി, എല്ലാ നന്മയുടെയും താക്കോലാണ് അയാൾ, മിഗ്ലാഖൻ ലിശ്ശർരി, എല്ലാ തിന്മയും പൂട്ടുന്ന പൂട്ടാണ് അയാൾ. അങ്ങനെയുള്ള മനുഷ്യന് അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വവൈലുൽ ലിറജുലിൻ ജഅലഹുല്ലാഹു മിഫ്താഹൻ ലിശ്ശർരി മിഗ്ലാഖൻ ലിൽ ഖൈർ, എല്ലാ തിന്മയുടെയും താക്കോലായി മാറുന്നവൻ, എല്ലാ നന്മയും മുടക്കുന്നവൻ, അവൻ അല്ലാഹുവിന്റെ നാശമുണ്ടാവട്ടെ എന്ന് മുഹമ്മദുൽ മുസ്തഫ. പുതിയ സംസ്കാരം നീ കൊണ്ടുവരണ്ട. കല്യാണത്തിന്റെ പേരിൽ തന്റെ കയ്യിൽ കുറെ പണമുണ്ട്, അതൊക്കെ ആളുകളെ കാണിക്കണം എന്നതിന്റെ പേരിൽ ഹറാമായ ഒരു രൂപ നീ കൊണ്ടുവന്നാലും അത് അല്ലാഹുവിന്റെ അടുക്കൽ കൃത്യമായി നീ ബോധിപ്പിക്കേണ്ടി വരും എന്ന് മാത്രമല്ല,
മറ്റുള്ളവരത് കോപ്പി അടിച്ച് അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ കല്യാണത്തിന്റെ ദിവസം അതേപോലെയുള്ള മാമാങ്കങ്ങളും പരിപാടികളും സംഘടിപ്പിച്ചാൽ അതിന്റെ കുറ്റം കൂടെ നിന്റെ അക്കൗണ്ടിലേക്ക് വരുമെന്ന ചെറിയൊരു കളിയല്ല അത്, ചെറിയൊരു കളിയല്ല. ഈമാനുള്ളവൻ മനസ്സിലാക്കി വെച്ചോ പ്രിയപ്പെട്ടവരെ. രണ്ടാമത് തിന്മയെ പരസ്യമാക്കുക എന്നതല്ലേ അതിലൂടെ നടക്കുന്നത്. കല്യാണത്തിന് ഇങ്ങനെ മകളെ സ്റ്റേജിൽ കെട്ടുന്നു, ആടുന്നു, പാടുന്നു, ഫോട്ടോ, എന്തൊക്കെയാ കളി, എന്തൊക്കെയാ കളികൾ. തിന്മ പരസ്യമാക്കലല്ലേ. തിന്മയെ കുറിച്ച് രണ്ട് ആംഗിളിൽ നിന്നാണ് മഹാന്മാര് സംസാരിച്ചത്. ഒന്ന്, ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് രഹസ്യമായിരിക്കും. രഹസ്യമായാണ് അവൻ തെറ്റ് ചെയ്യുന്നത് എങ്കിൽ, തെറ്റാണെന്നറിഞ്ഞ് രഹസ്യമായാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ അവൻ വാതിലിന്റെ സാക്ഷിയിട്ട് വാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത അരമനയുടെ അകത്തളങ്ങളിൽ ഇരുന്നാണ് തിന്മ ചെയ്യുന്നതെങ്കിൽ അവൻ എന്താണ് അള്ളാഹിനെ കുറിച്ച് വിചാരിച്ചത്? അള്ളാഹ് എന്നെ കാണൂല എന്നാണോ? അപ്പൊ അള്ളാഹിനെ കാണാൻ കഴിയില്ല എന്നാണോ അവൻ വിചാരിച്ചത്? എന്നാ മഹാന്മാര് സംസാരിച്ചത്. എന്നാൽ തിന്മ ചെയ്യുന്നവനാണ്, ആ തിന്മ പരസ്യമാക്കുന്നവനാണെങ്കിൽ അവന്റെ ഭാവം എന്താണ്? പരസ്യമാക്കുന്നവനാണെങ്കിൽ അവന്റെ ഭാവം എന്താ? ഞാൻ പരസ്യമായി തിന്മ ചെയ്യും, നീ എന്ത് കരുതിക്കോ, എനിക്ക് പ്രശ്നമല്ല എന്ന് അല്ലാഹുവിനെ വെല്ലുവിളിച്ച ധിക്കാരിയല്ലേ അവൻ. അല്ലാഹ് കൊടുത്ത തന്റെ മകൾ, തന്റെ മകൻ, തന്റെ സമ്പത്ത് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നാട്ടുകാരുടെ മുന്നിൽ തോന്നിവാസം പരസ്യമായി ചെയ്യുന്ന മനുഷ്യ, നീ ചിന്തിച്ചോ, റബ്ബിന്റെ മുന്നിൽ നീ ഒരു ധിക്കാരിയല്ലേ. ധിക്കാരികളെ അല്ലാഹു വകവരുത്തിയത് എങ്ങനെയെന്നറിയോ? ഖാറൂനിനെ ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു ആഴ്ത്തി കളഞ്ഞില്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു الصخر بالواد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب. ധിക്കാരികളായി വന്നിരുന്ന ഫിർഔനിനെയും ഹാമാനെയും ഖാറൂനിനെയും നമ്രൂദിനെയും തുടങ്ങി കാലത്ത് കഴിഞ്ഞുപോയി ഈ ഭൂമി ലോകത്തുണ്ടാക്കിയ ഫസാദുകൾക്കൊക്കെ അവർക്ക് ചുട്ട മറുപടിയാണ് അല്ലാഹു നൽകിയത് എന്ന് ഖുർആൻ പറയാണ്. അപ്പൊ പരസ്യമായിട്ട് തന്റെ മകളുടെ കല്യാണത്തിന്, മോന്റെ കല്യാണത്തിന് എല്ലാ മോശത്തരങ്ങളും പരസ്യമായി ചെയ്യുന്നവൻ ചിന്തിച്ചോ, റബ്ബിനോടുള്ള ധിക്കാരമാണ് നീ പ്രവർത്തിക്കുന്നത്. റബ്ബിനോടുള്ള ധിക്കാരമാണ് അല്ലേ. എന്നിട്ടത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ധിക്കാരിയുടെ കുറ്റം മാത്രമല്ല കിട്ടുക. ഹബീബായ തങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ. എന്റെ ഉമ്മത്തിലുള്ള എല്ലാവർക്കും അല്ലാഹു തആല എക്സ്ക്യൂസ് ചെയ്തു കൊടുക്കും, പുറത്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിരീങ്ങൾക്കൊഴികെ. മുജാഹിദ് എന്ന് പറഞ്ഞാൽ ആരാണ്? തിന്മ ചെയ്തിട്ട് അത് പരസ്യമാക്കുന്നവനാണെന്ന് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതല്ലേ. എന്നിട്ട് പിന്നെ അതിന്റെ വീഡിയോ എടുത്ത് അതിന്റെ കൃത്യമായ ആംഗിളുകളൊക്കെ വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ അല്ലെ, ഇൻസ്റ്റഗ്രാമിൽ എല്ലായിടത്തും പ്രചരിപ്പിക്കുകയാണ്. ഇത് വലിയൊരു സംഭവമാണെന്നറിയാം. ഇതിലും വലിയ തമ്മാടിയാരാണ്? അവൻ അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നത് വരെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം മുഅ്മിനെ. ഈ വിധത്തിൽ ഈമാനുള്ളവൻ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. തന്റെ മകളെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശന വസ്തുവാക്കി വെച്ച് എല്ലാ ഹറാമും കൂത്താട്ടങ്ങളും നടത്തിയാൽ റബ്ബിന്റെ കോടതിയിൽ പിടിക്കപ്പെടുമെന്ന ബോധമില്ലാതെ പ്രവർത്തിച്ചവർ തൗബ ചെയ്ത് മടങ്ങിക്കോ. ഇനി ആരാം അത് ആവർത്തിക്കുകയും ചെയ്യണ്ട. പ്രിയപ്പെട്ട മുഅ്മിനെ, മൂന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ മേൽ വിലാസം തന്നെ നഷ്ടപ്പെടുത്തുകയല്ലേ നീ ചെയ്തത്. കാരണം ഹബീബായ തങ്ങൾ ഒരു സംസ്കാരം നമുക്ക് കൊണ്ടുവന്നു തന്നു. ഇസ്ലാം ദീന് നമ്മളോട് ഇങ്ങനെ ചെയ്യണം എന്ന് അനുശാസിച്ചു. അതൊന്നും എനിക്ക് സ്വീകരിക്കാൻ കഴിയൂല. ഇതല്ലേ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം വളരെ സുന്ദരമായി ലളിതമായി, നീ ആളുകളെ വിളിച്ചോ, എത്ര ആളെ വിളിച്ചോ, ഭക്ഷണം കൊടുത്തോ, പലിശക്കെടുത്തിട്ടാവരുത് എന്നേ ഉള്ളൂ. നീ ലൈറ്റ് തെളിയിച്ചോ, കുഴപ്പമില്ല. നീ പുതിയാപ്പിള സ്വീകരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തോ, ഒന്നും പ്രശ്നമില്ല. അതിൽ നിന്നുള്ള ഒന്നും വേസ്റ്റ് ആക്കി കളയരുതെന്നേ നിന്നോട് പറഞ്ഞുള്ളൂ. വലിയ വലിയ പരിപാടി നടത്തിയാലോ, വലിയ ലൈറ്റ് തെളിച്ചാലോ, നല്ല സദ്യ കൊടുത്താലോ, 1, 2, 3, 4 ഭക്ഷണം കൊടുത്താലോ ഒന്നും ഇസ്ലാം അവിടെ എതിർത്തിട്ടില്ല. പക്ഷേ അത് കൊടുക്കുന്നതൊക്കെ നിന്റെ ഹലാലായ പണത്തിലൂടെ ആയിരിക്കണം. വേസ്റ്റ്
മനസ്സിലാക്കാത്ത രൂപത്തിലായിരിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഇതിലും അപ്പുറം നീ എനിക്ക് ഇതൊന്നും പോരാ, എനിക്ക് പാശ്ചാത്യന്റെ സംസ്കാരം കൊണ്ടുവരണം, കുറച്ച് ആട്ടവും പാട്ടവും വേണം, കുറച്ച് ഡാൻസ് വേണം, കുറെ ആളുകൾ ഇങ്ങനെ തുള്ളി കളിക്കണം, ഇതൊക്കെയാണ് കല്യാണം എന്ന് നീ വിചാരിച്ച് മറ്റുള്ളവന്റെ മുന്നിൽ ഇസ്ലാമികമായ സംസ്കാരത്തെ വ്യഭിചരിച്ചാൽ അള്ളാന്റെ റസൂല് പറയാണ്, മൻ റളിബ അൻ സുന്നതി ഫലൈസ മിന്നീ, എന്റെ സുന്നത്തിനെ ആരെങ്കിലും വെറുത്തോ ആരെങ്കിലും മാറ്റി നിർത്തിയോ അവൻ എന്നിൽ പെട്ടവനല്ലെന്ന് മുഹമ്മദുൽ മുസ്തഫ. പിന്നെ ആരിൽ പെട്ടവനാണ്? അതും തങ്ങൾ പറയാണ്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവം എത്രയെന്നറിയാം. ആരെയാണോ അവൻ കോപ്പി അടിച്ചത്, ആരുടെ സംസ്കാരമാണോ അവൻ കൊണ്ടുവരാൻ ശ്രമിച്ചത്, അവരിൽ പെട്ടവനാണ് അവനെന്ന് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂല് സാന്ദരി ഇതൊന്നും എനിക്ക് പറ്റില്ല, സുലത് എങ്ങനെയാണ് ഇതൊന്നും പറഞ്ഞെടുക്കാൻ ഉസ്താദ് അങ്ങനെയൊക്കെ പറഞ്ഞത്, കാലം വേറെയാണ് എന്നാണോ നീ ഇരുന്നത് എങ്കിൽ നീ ഹബീബിന്റെ അനുയായിയല്ലെന്ന് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്, ഞാനല്ല. എന്ന് മാത്രമല്ല, ഹബീബായ തങ്ങളോട് നമുക്ക് കൊടുക്കേണ്ട ചില ബാധ്യതകളില്ലേ, ആ ബാധ്യതയിൽപ്പെട്ട ഒരു ബാധ്യത എന്താണെന്നറിയോ? ഈ ദീനിനെ സഹായിക്കുക എന്നാണ്. ഈ ദീനിന് ഏതുമാത്രം സഹായങ്ങൾ ചെയ്യാൻ കഴിയോ ആ വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ഉണ്ടാവണം. ആലിം അതിൻ്റെതായ സംവിധാനം ഏർപ്പെടുത്തണം, സഹായങ്ങൾ ചെയ്യണം. മുതഅല്ലിം അതിന്റെ സംവിധാനം ഏർപ്പെടുത്തണം. അങ്ങനെ ഓരോരുത്തർക്കും ഈ ദീനിന് വേണ്ടി സഹായിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ ഈ ദീനിനെ സഹായിച്ചില്ലെങ്കിലും പൊന്നുമോനെ, ഈ ദീനിനെ പൊളിച്ചു കളയുന്നവനാവരുത്. ദീനിനെ സഹായിക്കുന്നില്ല, അതിനൊന്നുമില്ല, എന്നാൽ ഈ ദീനിനെ പൊളിച്ചു കളയുന്നവനാവരുത്. ദീനിന്റെ സംസ്കാരം മറ്റുള്ള ആളുകൾ വരെ കല്യാണത്തിൽ പങ്കെടുത്തിട്ട് പറയും, എന്ത് കല്യാണം, നമ്മളെ കല്യാണത്തിന് പോലും ഇങ്ങനെയല്ലേ. അവർ പറയാം, നമ്മളെ കല്യാണത്തിന് പോലും ഇല്ല. മാതൃകാക്കേണ്ട കുന്തും ഖൈറ ഉമ്മത്തി എന്ന് പറഞ്ഞ ആളുകളുടെ കല്യാണം എന്ത് പൂരപ്പറമ്പ്, നമ്മളെ ഉത്സവത്തിന് എഴുന്നള്ളിക്കും പോലെയുള്ളതുള്ളത്. അവര് പറയാ, കമന്റടിക്കാൻ, ഇത് വരുത്തി തീർത്തത് നീയല്ലേ, നിനക്ക് അല്ലാഹു തന്ന സമ്പാദ്യവും മക്കളും അത് നിന്നെ അല്ലാഹുവിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഈമാൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഖുർആനാ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഖുർആൻ പറയാ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങൾ അല്ലാഹ് എന്ന ചിന്തയിൽ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളെ വ്യതിചലിപ്പിക്കരുതേ. അങ്ങനെ ആരെങ്കിലും അല്ലാഹനെ വിട്ട് തന്റെ സമ്പത്ത്, ഞാൻ എന്റെ സമ്പത്തുണ്ട്, ഞാൻ എന്ത് കാണിക്കും, ഉസ്താദ് പറഞ്ഞു, അന്ന് എനിക്കന്ന് ഉൾക്കൊള്ളാൻ കഴിയൂല. അല്ലാണ്ട് റസൂൽ എന്താ പറഞ്ഞു, അതൊന്നും ഞാൻ മുസ്ലിമൊക്കെ തന്നെ, പക്ഷെ ഞാനതൊന്നും എടുക്കൂല, എനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഞാൻ ദീൻ എടുക്കും എന്നാണ് നീ പറയുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഫൗലൈക ഹുമുൽ ഖാസിറൂൻ, അവനമ്പേ നഷ്ടമാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതാണ് നമ്മുടെ വിവാഹ പന്തലുകൾ. നമ്മുടെ വീടുകളിൽ നടക്കുന്ന വിവാഹങ്ങൾ, ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന വിവാഹങ്ങൾ എല്ലാ ഹറാമിന്റെയും വേദിയായി മാറണ്ട. അങ്ങനെ അല്ലാഹനെ ധിക്കരിച്ച് ജീവിക്കുന്നവരായാൽ, എനിക്ക് തന്ന പണം കൊണ്ട് ഞാൻ എന്തും ചെയ്യും എന്ന രീതിയാണെങ്കിൽ, ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, പടച്ച റബ്ബിന്റെ ഒരു പിടുത്തം വരാനുണ്ട്. അല്ലാഹുവിന്റെ ഒരു പിടുത്തമുണ്ട്. ആ പിടുത്തം മോനെ ഒരു ഒന്നൊന്നര പിടുത്തമായിരിക്കും. നീ ശ്രദ്ധിക്കാത്ത സമയത്ത് നിന്നെ അള്ളാഹ് പിടിക്കും. ചിലപ്പോ നീ നിന്റെ കുടുംബം നല്ല റാഹത്തിന് പോകുന്ന അവസരത്തിൽ പെട്ടെന്നൊരു ഡിവോഴ്സ് തരും. അപ്പൊ നീ വളരെ വിഷമത്തിലായി പോകും. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചു കളിച്ചോ. ഇത് ദീനിന്റെ കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കോ മുഅ്മിനേ. അന്നത്തെ ദിവസം നടക്കുന്ന തോന്നിവാസം, എല്ലാ ഫോട്ടോഷൂട്ടിന് വേണ്ടി പെണ്ണിനെ അങ്ങനെ പൊട്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് അല്ലെ. രാവിലെ തുടങ്ങും പൊട്ടിയിടാൻ. നമ്മളെ വീടൊക്കെ പൊട്ടിയിടാമെന്ന വൈകുന്നേരം ആകുമ്പോൾ തിരുത്തും, അത് തീരുമാനം തോന്നുന്നു. എന്നിട്ട് ദുഹറുണ്ടോ? ഇല്ല. കാരണം എന്താ, ഈ കുട്ടി കൊഴിഞ്ഞാടി പോവല്ലോ, പിന്നെ ഓളെ യഥാർത്ഥ മുഖം കാണൂലേ, ഈ കുട്ടിമലല്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ദുഹറുണ്ടോ? ഇല്ല. അസ്ർ നിസ്കാരമില്ല, മഗ്രിബില്ല, ഇശാ ഇല്ല. അന്നത്തെ സുബ്ഹ് നിസ്കരിച്ചാലായി. ആദ്യത്തെ ദിവസം കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ദിവസം നിസ്കാരമില്ലാത്ത ജീവിതമാണെങ്കിൽ പിന്നെ വല്ല റാഹത്തും കിട്ടുമോ? ഡൈവേഴ്സ് എങ്ങനെ സംഭവിച്ചു എന്ന് നീ എവിടെയും പോയി അന്വേഷിക്കണ്ട.
ഇതൊക്കെ എൻ്റെ മകൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒന്ന് വിലയിരുത്തുക. വിലയിരുത്തിയാൽ മതി, അത് വിലയിരുത്തിയാൽ മതി. എന്നിട്ട് എല്ലാവരും കാണുന്നതിന് LKG മുതലുള്ള കുട്ടികൾ വന്നിട്ട് ഫോട്ടോസ് ഷൂട്ടിന് ഒരു ഹബ്ബ് ഉണ്ടാവും. അവിടെ ഇങ്ങനെ കയറ്റി നിർത്തിയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുക. അതിൽ കാണാൻ പറ്റുന്നവരുണ്ട്, പറ്റാത്തവരുണ്ട്. എന്നെ ആലോചിച്ച് നോക്ക്, ഈ ക്യാമറ മാന്റെ മുന്നിൽ ഇവിടെ ഇങ്ങനെ കൊഞ്ചിക്കൂടെയാണ്, ആടിപ്പാടുകയാണ്, അവൾ പറഞ്ഞോടത്തൊക്കെ ചുണ്ടി തിരിക്കാൻ, തല തിരിക്കാൻ. ഇതൊക്കെ യഥാർത്ഥ ബോധമുള്ള ഒരു പുതിയാപ്പിളയാണ് കാണുന്നതെങ്കിൽ ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് പറയാണ്, അയാളെന്താ വിചാരിക്കുക, ഇവളൊരു പബ്ലിക് സാധനമാണ്, ഇവളെല്ലാരും മുന്നിൽ ഇങ്ങനെ കൊഞ്ചിക്കൂടെ, ഇവളെല്ലാരും മുന്നിൽ ഇങ്ങനെ ആടിക്കൊടുക്കും. ഇവന്റെ മനസ്സിൽ വിശ്വാസം കൊടുക്കൂലേ? ഞാനാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, ഇവളെ കല്യാണം കഴിക്കാൻ പറ്റിയവളല്ല എന്നവൻ മനസ്സിലാക്കും. ആ വസ്വാസ് അവന്റെ മനസ്സിൽ വരും. ഇന്ന് വിവാഹ പന്തലുകൾ മുഴുവനും ഹയാ ഇല്ലാത്ത വേദികളായി മാറി. ഒരു ഹയാവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണ് ഹയാ എന്ന് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ പറയാൻ, അത് കലകാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്കും അത് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം പറഞ്ഞു, ഇദാ ലം തസ്തഹി ഫസ്നാ മാ ശിഅത, ഹയാ ഇല്ലെങ്കിൽ നീ എന്തും ചെയ്തോ, ഹയാ ഇല്ലെങ്കിൽ എന്തും ചെയ്തു. കാരണം ഹയാ എന്ന് പറഞ്ഞാൽ ഒരു കോയിനിന്റെ രണ്ട് ഭാഗങ്ങളെ പോലെയാണ്. രണ്ടും കൂടിയെങ്കിലേ ആ കോയിന് വില ഉണ്ടാവുകയുള്ളൂ. ഒരു കോയിന്റെ ഒരു ഭാഗം കൊണ്ട് കോയിനായി പരിഗണിക്കില്ല. ഇതുപോലെ ഈമാൻ ഉണ്ടോ ഹയാ ഉണ്ടാവും, ഹയാ ഉണ്ടോ ഈമാൻ ഉണ്ടാവും. ഹയാ ഇല്ലാതെ ഈമാൻ അങ്ങനെ ഉണ്ടാവില്ല. ഹയാ ഇല്ലെങ്കിൽ ഈമാൻ ഇല്ല എന്നാണ് അർത്ഥം. ഈമാൻ ഇല്ലേ ഹയാ ഇല്ല എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മുടെ വിവാഹങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും ത്വലാഖുകൾ കൂടും എന്നതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇസ്ലാമികമായി നടത്തേണ്ട ഒരു ആരാധനാ കർമ്മം, സുന്നത്തായ കർമ്മം മോശമായ രൂപത്തിലായിരുന്നു നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ